ടോൾ പ്ലാസയ്ക്കെതിരെ മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനകീയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും ഐക്യദാർഢ്യ റാലിയുമായി ടോൾ പ്ലാസയിൽ എത്തുകയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ടോൾ പ്ലാസയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. കുമ്പള ദേശീയപാതയിൽ നടക്കുന്ന ടോൾ പിരിവിനെതിരെ എ.കെ.എം. അഷ്റഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി എൽ.ഡി.എഫ്, ഡിവൈഎഫ്ഐ, യൂത്ത് ലീഗ്, കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. കുമ്പള ടൗണിൽ നിന്നും ആരംഭിച്ച എൽ.ഡി.എഫ്, ഡിവൈഎഫ്ഐയുടെ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നാടാകെ ഒന്നിച്ചു നിന്നുകൊണ്ട് സമരത്തെ വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്ന് ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ മലങ്കര പറഞ്ഞു. ദേശീയപാത അതോറിറ്റിയുടെ ഒരു പൊതുവായ ഒരു മാനദണ്ഡത്തിന് വിരുദ്ധമായി 60 കിലോമീറ്ററിനിടയിൽ ഒരു ടോൾ എന്ന നിയമത്തിന് വിരുദ്ധമായിട്ടാണ് കുമ്പളയിൽ ഇത്തരം ഒരു ടോൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം നിയമവിരുദ്ധവും അതുപോലെ ജനവിരുദ്ധവുമായിട്ടുള്ള ഈ ടോൾ പിരിവ് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ സമരത്തിന് വലിയ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് LDYF-ന്റെയും അതുപോലെ LDF-ന്റെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾ വിവിധ സംഘടനകളുടെ ഭാഗമായി ടോൾ ബൂത്തിലെത്തിയതോടെ സംഘർഷം ഉടലെടുക്കുകയായിരുന്നു. സംഘർഷത്തിൽ ടോൾ ബൂത്തിലെ ക്യാമറയും ഗേറ്റും മറ്റും പ്രവർത്തകർ അടിച്ചുപൊളിച്ചതോടെ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ തടഞ്ഞു. വാഹനങ്ങൾ തടയുന്ന ടോൾ ബൂത്തിലെ ഹാൻഡിലുകളും അക്രമത്തിൽ തകർന്നു. തുടർന്ന് പ്രവർത്തകർ സ്കാനറുകളിൽ കറുത്ത പ്ലാസ്റ്റിക്കും ഒട്ടിച്ചു. സമര പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ന്യൂസ് 14 ലൈവ് കാസർഗോഡ്.